എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളുടെ അച്ല മിസ്, ഫിസിക്സില് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടറായിട്ട് വന്ന മിസ്സല്ലേ. അപ്പോ നമ്മള് ഇപ്പൊ 2-3 സെക്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് 10th 6th ചാപ്റ്റർ നമ്മളിങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് പഠിച്ച് വന്നേണല്ലേ. അപ്പോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയണത് എന്താണ്? ലാസ്റ്റ് സെക്ഷനിൽ ഞാൻ വൈൻഡപ്പ് ചെയ്തപ്പോ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായ? എല്ലാരും കണ്ടായിരുന്നോ വീഡിയോ? മിസ്സിന്റെ വീഡിയോ പോയി കാണണോട്ടോ. കാരണം നിങ്ങൾക്ക് പഠിക്കണ്ടേ, നമുക്ക് നല്ല മാർക്കോടെ പാസ്സാവണ്ടേ. എനിക്കറിയാം എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കും അല്ലേ? അതെ. അപ്പൊ നമുക്കിനി ക്രിസ്മസ് എക്സാം അല്ലേ വന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിന്? കാരണം നമ്മൾ എന്താ സൂപ്പറായിട്ട് പഠിച്ച് അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ്, ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസേഴ്സ് എഴുതി നല്ല മാർക്ക് മേടിക്കും അല്ലേ. എന്നിട്ട് നമുക്ക് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാനുള്ളതല്ലേ. അതെ, ഓക്കെ. അപ്പൊ ലാസ്റ്റ് സെക്ഷനിൽ മിസ് വൈൻഡപ്പ് ചെയ്തത് മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായത്. ആ പ്രിൻസിപ്പിൾ വഴി വർക്ക് ചെയ്യണ ഒരു സാധനം ഉണ്ട്, അതും മിസ് പറഞ്ഞായിരുന്നു. ആ സാധനമാണ് എന്ത്? ട്രാൻസ്ഫോമർ. അതെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഫോമറും അതിന്റെ ക്ലാസിഫിക്കേഷനും അത് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും. അഫ്കോഴ്സ് ഈ സെക്ഷനിൽ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലംസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? നമ്മൾ പ്രോബ്ലംസ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് എന്താണ് കണ്ടന്റ് എന്ന് അറിഞ്ഞ് അങ്ങനെ പതിയെ നമുക്ക് സെറ്റ് ആക്കി പഠിക്കാം അല്ലേ? ഓക്കെ. അപ്പോ എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ട്രാൻസ്ഫോമറിലേക്ക് എത്തണതിന് മുമ്പ് മിസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഒന്നും കൂടി ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് സെറ്റ് ആക്കി തരാം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഓക്കെ, നമ്മള് ഒരു കോയിലല്ലേ, കോയിലിലേക്ക് ഒരു AC കണക്ട് ചെയ്തു, ഓൾട്ടർനേറ്റീവ് കറണ്ട് കണക്ട് ചെയ്തു, സ്വിച്ച് ഓൺ ആക്കി അല്ലേ. സോറി, ഓക്കെ. സ്വിച്ച് ഓൺ ആക്കി നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോഴത്തും എന്താണ് ഒരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തു. ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും? ഇവിടെ കറണ്ട് ഫ്ലോ നടക്കുമ്പോഴേക്കും ഇത് സ്വിച്ച് ആണ്. ഓക്കെ, കറണ്ട് ഫ്ലോ നടക്കുമ്പോഴേക്കും എന്താ പറഞ്ഞത്? ഇവിടെ ഒരു മാഗ്നറ്റ്, ഇവിടെ എന്തുണ്ട്? ഇതൊരു കോയിലല്ലേ. കോയിലാവുമ്പോ എന്താണ്? ഇവിടത്തെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോ നമ്മളിത് കറണ്ട് ഫ്ലോ നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ചസ് വരുത്തും അല്ലെ. ആ ചേഞ്ചസ് മൂലം ഇവിടെ ഈ സെക്കൻഡ് കോയിലില് അല്ലെങ്കിൽ ഈ സെക്കൻഡ് വണ്ണില് എന്ത് സംഭവിക്കും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF മൂലം എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. സപ്പോസ് ഇവിടെ ഒരു ബൾബാണ് കൊടുക്കുന്നതെങ്കിൽ ആ ബൾബ് എന്ത് ചെയ്യും? കത്തും. ആൻഡ് ഓൾസോ ഇത് AC കറണ്ട് ആയതുകൊണ്ട് തന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, AC കറണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. AC കറണ്ട് എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് കറണ്ട് അല്ലേ. അപ്പോ ഓരോ ഇന്റർവെല്ലിൽ അതിങ്ങനെ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കും, കറണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇവിടെ ഫുൾ ഒരു സ്റ്റോപ്പിംഗ് ഇല്ല. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഓക്കെ. അപ്പൊ ഇവിടെ EMF എന്ത് ചെയ്യും? ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ ഫുൾ ടൈം നമുക്ക് ബൾബ് കത്തിക്കൊണ്ടിരിക്കും അല്ലെ. വൺസ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ, സ്വിച്ച് ഓഫ് ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നില്ല, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ആവുന്നില്ല, അപ്പോൾ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ ദ ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതായിരുന്നു നമ്മള് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രിൻസിപ്പിളിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് എന്ത് വർക്ക് ചെയ്യുക? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മൾ എന്തിനാണ് ട്രാൻസ്ഫോമർ എന്നുള്ള സാധനം ഡിവൈസ് കൊണ്ടുവന്നത് തന്നെ എന്താണെന്നറിയാലോ. നമുക്കറിയാം നമ്മുടെ പവർ സ്റ്റേഷൻസിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യും? ഹൈ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഔട്ട്പുട്ട് എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ എന്താ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ലോസ് നടക്കുക അല്ലെ. അപ്പൊ അത് കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇക്വേഷൻ വഴി B = VI അല്ലേ, VI. അപ്പോ നമ്മൾ I കുറച്ചാൽ മാത്രമേ നമ്മുടെ ജൂൾസ് ഇക്വേഷൻ വഴി H = I²RT ആണല്ലേ. അതായത് I കൂട്ടിക്കഴിഞ്ഞാൽ H കൂടും. ദാറ്റ്സ് വൈ
നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ വഴി I കുറയ്ക്കണം വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ ആൻഡ് ഓൾസോ V നമ്മൾ എന്ത് ചെയ്യും? കൂട്ടണം. അതായത് V കൂട്ടുക, അപ്പോൾ I കുറച്ചാലും അത്ര ഇഫക്റ്റീവ് ആവില്ല. അപ്പൊ നമുക്ക് എന്ത് പവർ ചേഞ്ച് ഇല്ലാണ്ട് സെറ്റ് ആക്കണം അല്ലെ? അപ്പോ ഇതിലൊക്കെ നമ്മുടെ സയൻറ്റിസ്റ്റ് ഇങ്ങനെ കുറെ നാളിങ്ങനെ ആലോചിച്ചതിന് എന്തൊരു പോംവഴി, എന്തെങ്കിലും ഒരു പോംവഴി വേണ്ടേ? നമുക്ക് ഔട്ട്പുട്ട് കിട്ടണ്ടേ? പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ചൂടായിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് ഫോമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല ഉപകാരം ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ചിന്തിച്ച് 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 ഒരു സാധനം കൊണ്ടുവന്നു. അതാണ് എന്ത്? ട്രാൻസ്ഫോമർ അല്ലേ? അപ്പോ ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. അതായത് എന്താ? ട്രാൻസ്ഫോമർ അതെന്താണ്? നമുക്ക് വോൾട്ടേജിന് ചേഞ്ചസ് വരുത്താൻ പറ്റും വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ. പവറിന് മാറ്റം വരുത്താണ്ട് നമ്മുടെ വോൾട്ടേജിന് ചേഞ്ചസ് വരുത്തി നമുക്ക് ഒരു എഫക്റ്റീവ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണതാണ് എന്ത്? ട്രാൻസ്ഫോമർ. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്താണ് ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു ഡിവൈസ് ആണ്. അതെന്താ അതുകൊണ്ട് നമുക്ക് ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്ത് ചെയ്യും? വോൾട്ടേജ് ചേഞ്ചസ് വരുത്തും വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ. അതെ, പവറിന് മാറ്റം ഒന്നും സംഭവിക്കാണ്ട് നമുക്ക് വോൾട്ടേജ് ചേഞ്ചസ് വഴി നല്ലൊരു എഫക്റ്റീവ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ എന്താന്ന് പഠിച്ചു. ഇനി നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം അല്ലേ? ഓക്കെ, ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയേ. ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ, ട്രാൻസ്ഫോമർ ക്യാൻ ക്ലാസിഫൈഡ് ഇൻടു 2. അത് ഞാൻ ഈ വരക്കൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഓക്കെ, ഒന്നാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. മനസ്സിലായല്ലോ? അപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായി. ആ ട്രാൻസ്ഫോമർ തന്നെ നമുക്ക് രണ്ട് ഇതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ആ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും അതാ നമ്മൾ സ്റ്റെപ്പിൽ കയറണോന്നൊക്കെ ചിന്തിക്കോ? ഇല്ലട്ടോ. എന്താണ് ഈ പേരിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് അതായത് വോൾട്ടേജ് അപ്പ് ചെയ്യണ സാധനമാണ് എന്ത്? സ്റ്റെപ്പ് അപ്പ്. മനസ്സിലായല്ലോ? അതായത് വോൾട്ടേജ് നമുക്ക് ചേഞ്ചസ് വരുത്തും. അതാണ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത. അപ്പൊ വോൾട്ടേജ് കൂട്ടാനുള്ള ചേഞ്ചസ് വരുത്തണ ട്രാൻസ്ഫോമർ ആണെന്ത്? സ്റ്റെപ്പ് അപ്പ്. ആൻഡ് ഓൾസോ വോൾട്ടേജ് കുറയ്ക്കാൻ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ വാല്യൂ കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ നമുക്കൊരു എഫക്റ്റീവ് രീതിയിൽ എഴുതാം. ഇപ്പൊ വോൾട്ടേജ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് അപ്പും വോൾട്ടേജ് കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് എന്ത്? സ്റ്റെപ്പ് ഡൗണും. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോമർ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാന്ന് മനസ്സിലായല്ലോ? എന്താണ് ട്രാൻസ്ഫോമർ എന്ന് എഴുതാം, ട്രാൻസ്ഫോമറിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് നമുക്കിനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇത് നോക്കേ. ഇത് നമ്മള് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ഇതാണ് പ്രൈമറി കോയിൽസ് എന്ന് പറയണ്ടാവുക. അതായത് ഇതാണ് ഒരു കോയിലെങ്കിൽ ഇവിടെ വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ വൈൻഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് കിട്ടും. പക്ഷേ ഇത് നോക്ക്, ഈ വൈൻഡിങ് എന്തായിരിക്കും? നല്ല കട്ടിയായിരിക്കും, നല്ല രീതിക്ക് കട്ടിയായിരിക്കും. മനസ്സിലായല്ലോ? ആൻഡ് ഓൾസോ ഇതിന് ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ, ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും. അതായത് ഇങ്ങനെ കോയിൽസ് അടുത്തായിട്ട് ഇങ്ങനെ കൂടി നിൽക്കും. ഇവിടെ നോക്കിയേ, ഇത് കട്ടിയിലും ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണല്ലേ. പക്ഷെ ഇവിടെ നോക്കിയേ, കട്ടി കുറച്ച് നല്ല ടൈറ്റ്ലി പാക്ക് ആണ്. അത് ഓരോ വൈൻഡിങ്സും ഇനി അടുത്തടുത്ത്
വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് മാം പറഞ്ഞു തരാട്ടോ. അപ്പോ ഇതാണ് എന്ത്, ഈ ഈ സൈഡ് അല്ലെങ്കിൽ ഇതിനെ പറയും എന്ത്, പ്രൈമറി കോയിൽ. പ്രൈമറി കോയിൽ. അപ്പോ ഇതെന്തായിരിക്കും, സെക്കൻഡറി കോയിൽ. മനസ്സിലായല്ലോ? ഇതാണ് പ്രൈമറി കോയിൽ, ഇതാണ് സെക്കൻഡറി കോയിൽ. ആൻഡ് ഓൾസോ ഈ പ്രൈമറി കോയിലില് നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, അതായത് എത്ര വൈൻഡിങ്സ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ. നമുക്കിപ്പോ എണ്ണ 1 2 3 4, അതെ 4 വൈൻഡിങ്സ് ഉള്ളൂ. പക്ഷെ ഈ 4 വൈൻഡിങ്സിന്റെ പ്രത്യേകത എന്താ, ഈ 4 വൈൻഡിങ്സും നല്ല കട്ടിയായിട്ടല്ലേ, നല്ല, അതായത് ഓരോ ഇതും ഭയങ്കര തിക്കറാണ് ഈ വയർ അല്ലേ, വയർ ഭയങ്കര തിക്കറാണ് അല്ലേ? ഓക്കെ, അതേപോലെ അതാണ് ഇത് കാണിച്ചേക്കേണ്ടത്, ഭയങ്കര തിക്കായിട്ടുള്ള വയറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായ. അതേപോലെ ഈ സൈഡ് നോക്കിയേ, ഇതാണ് എന്താ, സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, വയറിന്റെ കട്ടി കുറവാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര അടുത്തടുത്തായിട്ടല്ലേ പാക്ക് ചെയ്ത്. ഇപ്പൊ ഇത് ഞാൻ വരച്ചത് എണ്ണി നോക്കിയല്ലോ, 1 2 3 4 5 6 7 8 9 10 11 ഉള്ള. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതിന് വൈൻഡിങ്സ് കുറവായിരിക്കും, ഇതിന് വൈൻഡിങ്സ് കൂടുതലായിരിക്കും. ഇവിടെ തിക്നെസ് കൂടുതലായിരിക്കും ആ വൈൻഡിങ്സിന്, ഇവിടെ തിക്നെസ് കുറവായിരിക്കും. അപ്പൊ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആൻഡ് ഓൾസോ ഇവിടെ നമ്മൾ ഈ പ്രൈമറി കോയിൽ, ഇനി ഇവിടത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ വൈൻഡിങ്സ്, ഈ ഓരോ വൈൻഡിങ്സിലും അതായത് ഇവിടെ ഒരു വൈൻഡിങ്സ്, ഈ ഒരു ഒറ്റ വൈൻഡിങ്സിൽ ഉണ്ടാവുന്ന EMF-ഉം ഇവിടെ ഒറ്റ വൈൻഡിങ്സിൽ ഉണ്ടാവുന്ന EMF-ഉം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഒരൊറ്റ വൈൻഡിങ്സിൽ ഉണ്ടാവുന്ന EMF-ഉം ഓൺ ദ പ്രൈമറി കോയിൽ ഈസ് ഈക്വൽ ടു ദ സെക്കൻഡറി കോയിലുള്ള ഒരൊറ്റ വൈൻഡിങ്ങും. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരൊറ്റ ചുറ്റലിൽ ഉണ്ടാവുന്ന EMF എത്രയാണോ അതൊരു 4 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, ഇവിടെ ഒരു 4 തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? ആൻഡ് ഓൾസോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനുണ്ടാവുന്ന വോൾട്ടേജ് ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ. എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സെയിം തന്നെ, ഒരു പ്രത്യേകതയില്ല. എന്താണ് അവിടെ വോൾട്ടേജ് എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പിൽ വോൾട്ടേജ് കൂട്ടുമ്പോൾ സ്റ്റെപ്പ് ഡൗണിൽ എന്താണ് പ്രത്യേകത, വോൾട്ടേജ് കുറയ്ക്കും അല്ലെ. മനസ്സിലായല്ലോ? സ്റ്റെപ്പ് ഡൗണിൽ എന്താണ്, വോൾട്ടേജ് കുറയ്ക്കും. അതാണ് സ്റ്റെപ്പ് ഡൗണിന്റെ പ്രത്യേകത. അപ്പൊ വോൾട്ടേജിന്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കുറയും എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇതാണ് അതിന്റെ പ്രൈമറി കോയിൽ, അതായത് ഇവിടെ ഉള്ളതാണ് പ്രൈമറി കോയിൽ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗണിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായത്, സ്റ്റെപ്പ് ഡൗൺ നോക്കിയേ, പ്രൈമറി കോയിൽസിന്റെ എണ്ണം വളരെ കുറവാ അല്ലേ. അതെ, വളരെ കുറവാണ്, പക്ഷെ തിക്നെസ് കൂടുതലാണ്. സ്റ്റെപ്പ് ഡൗണിന്റെ കാര്യത്തിൽ ഓക്കെ, പ്രൈമറി കോയിൽസ് വളരെ കൂടുതലാണ്, അതേപോലെ അതിന്റെ തിക്നെസ് എന്തായിരിക്കും, കുറവായിരിക്കും. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ സെക്കൻഡറി കോയിൽ സെക്കൻഡറി കോയിലില് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. അതേപോലെ തിക്നെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡറി കോയിൽ വഴിയാണല്ലേ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടണ്ടാവുക. ആ ഔട്ട്പുട്ട് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. വോൾട്ടേജ് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഇൻപുട്ടിനെക്കാട്ടും കുറവ്. അതാണ് നമ്മുടെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നിങ്ങളോട് മിസ് ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ഡയഗ്രാം ആണ്. ആ ഡയഗ്രത്തിൽ തന്നെ ഉണ്ടല്ലേ നമുക്ക്
എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന്. ആൻഡ് ഓൾസോ പേരിൽ തന്നെ ഉണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഓൾസോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, വോൾട്ടേജ് കൂടുതലായിരിക്കും അല്ലെ. ആൻഡ് ഓൾസോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വോൾട്ടേജ് കുറവായിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഓക്കെ, ഞാനിവിടെ പറഞ്ഞു സെയിം കേസിൽ സ്റ്റെപ്പ് ഡൗണിലും സ്റ്റെപ്പ് അപ്പിലും ഓരോ ടേൺസിലും എന്തായിരിക്കും, EMF സെയിം ആയിരിക്കും. പ്രൈമറി കോയിൽ ഉണ്ടാവുന്ന EMFും പ്രൈമറി കോയിൽ ഉണ്ടാവുന്ന EMF in one turn equal to സെക്കൻഡറി കോയിൽ ഉണ്ടാവുന്ന EMFും in one turn എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ. അതാണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രൈമറി കോയിലിൽ ഉള്ള EMF ഓക്കെ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളോട് പറയും, പ്രൈമറി കോയിലില് EMF ഇൻഡ്യൂസ് ചെയ്തത് ഒരു ടേണിൽ 5 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി കോയില് എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്, EMF എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 1 ടേൺ എന്ന് പറയുമ്പോഴൊക്കെ അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അയ്യോ ഇത് എത്ര, ആകെ കൺഫ്യൂഷൻ ആവില്ലേ. അപ്പൊ ഒന്നുമില്ല, എന്താണ് മിസ് പറഞ്ഞത്, പ്രൈമറി കോയിലില് ഒരു ടേണിൽ EMF തന്നെയായിരിക്കും സെക്കൻഡറി കോയിലിൽ ഉണ്ടാവുന്ന ഒരു ടേണിൽ EMF. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ്, ഓക്കെ ഇനി നമുക്ക് നോക്കാൻ പോണത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിവിടെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും പറയാൻ പോണേനെ. പ്രൈമറി കോയിൽ എന്താന്ന് നമുക്ക് നോക്കാം. പ്രൈമറി കോയിൽ ആൻഡ് ഓൾസോ സെക്കൻഡറി കോയിൽ. അതിൽ കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയാൻ പോണത്. പ്രൈമറി കോയിലിലെ വോൾട്ടേജ് അതായത് ഇൻപുട്ട് വോൾട്ടേജ് എന്താന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ്. പ്രൈമറി കോയിൽ ആയതുകൊണ്ട് അതിന് എന്ത് എഴുതാം, VP എന്ന് എഴുതാം. ആണല്ലോ, VP എന്ന് എഴുതാം. പിന്നെ അപ്പോൾ സെക്കൻഡറി കോയിലിലെ വോൾട്ടേജിന് നമ്മൾ എന്ത് എഴുതാൻ പറ്റും, VS എന്ന് എഴുതാം അല്ലെ. സിമ്പിൾ അല്ലേ. നമുക്ക് നമ്മുടെ പേരിന്റെ ഒപ്പം എഴുതണ പോലെ തന്നെ എന്ത് ചെയ്യാ, VP എന്ന് പറഞ്ഞ P കൊടുത്തോണ്ട് പ്രൈമറി കോയിൽ, S കൊടുത്തോണ്ട് സെക്കൻഡറി കോയിൽ അല്ലേ. ഇനി പ്രൈമറി കോയിലിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലെ പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയണത് എന്താ, എന്താണ്, NP അല്ലേ. അതായത് നമ്പർ ഓഫ് ടേൺസ് ഡിനോട്ട് ചെയ്യാൻ N, പ്രൈമറി കോയിൽ നിന്നാണെന്ന് കാണിക്കാൻ വേണ്ടി എന്താ NP. ആൻഡ് ഓൾസോ സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് പറയാൻ വേണ്ടി NS. സിമ്പിൾ ആണല്ലോ, ഈസി കാര്യമല്ലേ. നിങ്ങൾക്കൊക്കെ ഇത് സൂപ്പർ ആയിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ EMF എന്താണ്, രണ്ട് കേസിലും എപ്സിലോൺ എന്ന് പറഞ്ഞ അതായത് EMF സെക്കൻഡറിയും പ്രൈമറി കോയിലിലെ EMF മിസ് വൃത്തിയിൽ എഴുതി എപ്സിലോൺ, ഇതും എപ്സിലോൺ ആണല്ലോ. ഓക്കെ സെറ്റ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി കോയിലില് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും, സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും. നമുക്ക് വേണ്ടത് വോൾട്ടേജ് ആണല്ലേ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ അത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാ, നമുക്കറിയാം പ്രൈമറി കോയിലിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VP ആണല്ലേ. VP ഈക്വൽ ടു NP
ഇൻറ്റു എപ്സിലോൺ. അതായത് ഓരോ ടേണിലെ വോൾട്ടേജ്, ഓരോ ടേണിലെ EMF തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അവിടുത്തെ നമ്മുടെ എന്ത് കിട്ടും, എന്താ വോൾട്ടേജ്, പ്രൈമറി കോയിലിലെ വോൾട്ടേജ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അതായത് പ്രൈമറി കോയിലിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു എന്ത് ചെയ്യുക, ആ EMF എത്രയാണോ അത് ആ കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് അതിന്റെ EMF. മനസ്സിലായല്ലോ? ആൻഡ് ഓൾസോ സെക്കൻഡറി കോയിലാണെങ്കിലോ സെയിം തന്നെ, VS ഈക്വൽ ടു NS ഇൻറ്റു എപ്സിലോൺ. VS ഈക്വൽ ടു NS ഇൻറ്റു എപ്സിലോൺ. അപ്പൊ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 അല്ലേ? ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാത്സിലേക്കൊക്കെ പോകുന്നുണ്ടോന്ന്. ഇല്ല കേട്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്തു. അപ്പൊ എന്താ ഇക്വേഷൻ 2 എന്താ, VS അല്ലേ, VS ഈക്വൽ ടു NS ഇൻറ്റു എപ്സിലോൺ ഡിവൈഡഡ് ബൈ VP ഈക്വൽ ടു ഡിവൈഡഡ് ബൈ NP ഇൻറ്റു എപ്സിലോൺ ആണല്ലോ. എന്താ ഇത് രണ്ടും കട്ടായി പോയി. അപ്പൊ എന്ത് ചെയ്തു, VS ഈക്വൽ ടു VP, VS ബൈ VP ഈക്വൽ ടു NS ബൈ NP. ഇതാണ് നമ്മുടെ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഇത് വെച്ചാണ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോ അത് അപ്പോഴും നോക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ, VS ബൈ VP ഈക്വൽ ടു NS ബൈ NP. മനസ്സിലായല്ലോ? VS-ഉം VP-യും NS-ഉം NP-യും എന്താന്നൊക്കെ മിസ് പറഞ്ഞു തന്നല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സൂപ്പർ ആയിട്ട് കിട്ടിയല്ലേ. ഇപ്പൊ നമുക്ക് VS അറിയില്ല, VS കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാക്കി എല്ലാ ടേംസും തന്നിട്ടുണ്ടെങ്കിൽ NS ബൈ NP ഇൻറ്റു VP എന്ന് പറഞ്ഞാൽ ചെയ്താൽ മതി. ഇനി അപ്പൊ നമ്മൾ വിയും അതായത് വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമുക്ക് കറണ്ടും അറിയണോ അല്ലേ? കറണ്ടും അറിയണം ഒരു റിലേഷൻ നമുക്ക് സെറ്റ് ആക്കണം. അതെന്താന്ന് നോക്കാം. നമുക്കറിയാം P ഈക്വൽ ടു VI ആണെന്ന് മിസ് പറഞ്ഞായിരുന്നല്ലോ. P ഈക്വൽ ടു VI ആണല്ലേ? അപ്പോ ചോദിക്കാൻ പോണത് പ്രൈമറി കോയിലെ പവറും സെക്കൻഡറി കോയിലെ പവറും സെയിം ആണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ആ ചോദ്യം ഞാനിപ്പോ ചോദിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിന് കമന്റ് ഇടണേ. പ്രൈമറി കോയിലിന്റെയും സെക്കൻഡറി കോയിലിന്റെയും പവർ സെയിം ആണോ അതോ ഡിഫറെന്റ് ആണോ? എന്തായിരിക്കും? ഇനി ഗസസ് ഉള്ളവരൊക്കെ കമന്റ് ബോക്സിൽ ഇടാട്ടോ, വോയിസ് കേൾക്കുമ്പോ തന്നെ. അപ്പൊ മിസ് പറയാം, പ്രൈമറി കോയിലിലെ പവറിനെ നമുക്ക് PP എന്ന് എഴുതാം, സെക്കൻഡറി കോയിലിന്റെ പവറിനെ PS എന്ന് എഴുതാം. അപ്പോ PP ഈക്വൽ ടു PS, അതായത് പവർ ഇൻ പ്രൈമറി കോയിൽ ഈക്വൽ ടു എന്താ, പവർ ഇൻ സെക്കൻഡറി കോയിൽ. മനസ്സിലായല്ലോ? പവർ ഇൻ പ്രൈമറി കോയിൽ ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി കോയിൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, PP എന്ന് പറയുമ്പോ എന്ത് എഴുതാൻ പറ്റും, VP ഇൻറ്റു IP. അതായത് പ്രൈമറി കോയിലിലെ വോൾട്ടേജ് VP ആണ്, പ്രൈമറി കോയിലിലെ കറണ്ട് എന്താണ്, IP ആണ്. ആൻഡ് ഓൾസോ സെക്കൻഡറി കോയിലിലെ പവർ എന്ന് പറയുന്നത് PS ആണ്, അത് ഈക്വൽ ടു VS ഇൻറ്റു IS. സെക്കൻഡറി കോയിലിലെ കറണ്ട് എന്താണ്, IS ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതും ഇക്വേഷൻ 1 ഇക്വേഷൻ 2. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് ഈക്വൽ ആയിട്ട് എഴുതിയല്ലേ. അപ്പൊ PP എന്ന് പറയുന്നത് എന്താ PP ഈക്വൽ ടു PS ആണ് ഓൾറെഡി മിസ് പറഞ്ഞു. അപ്പൊ VP എന്താ ഈക്വൽ ടു VP ഇൻറ്റു IP ഈക്വൽ ടു VS ഇൻറ്റു IS അല്ലേ?
ഇങ്ങനെ നമുക്ക് എഴുതാലോ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? വി പി ബൈ ഐ പി എന്ന് പറയണത് എങ്ങനെ എഴുതാൻ പറ്റും? സോറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വി എസ് ബൈ വി പി ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? വി എസിന്റെ അടുത്ത് ഐ പി പോയപ്പോ ഐ പി ബൈ ഐ എസ് എന്ന് എഴുതാം അല്ലേ? അപ്പൊ എന്താ നമുക്ക് എഴുതാൻ പറ്റിയത്? വി പി ഇൻറ്റു ഐ പി ഈക്വൽ ടു വി എസ് ബൈ ഐ എസ് ആണെന്ന് മിസ് പറഞ്ഞു. അപ്പോ വി എസ് ബൈ വി പി ഈക്വൽ ടു എന്ത് ചെയ്യും? ഐ പി ബൈ ഐ എസ് അല്ലേ? അപ്പൊ ദേ നമുക്ക് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷനും കിട്ടി. എന്ത് സിമ്പിൾ അല്ലേ? അപ്പൊ ദേ നമ്മൾ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും വെച്ച് ചെയ്തു, അതേപോലെ തന്നെ വോൾട്ടേജും കറണ്ടും വെച്ച് നമ്മൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. നമ്മൾ എന്തൊക്കെ എഴുതി? വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നും എഴുതി. അതേപോലെ തന്നെ വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്നുള്ള ഒരു ഇക്വേഷനും എഴുതിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് നോക്കിയേ, രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈക്വൽ അല്ലേ? അപ്പൊ നമുക്കിത് ഒരുമിച്ച് എഴുതിക്കൂടെ? ഇത് രണ്ടും ഒരുമിച്ച് എഴുതിയപ്പോ നമുക്ക് എന്ത് കിട്ടി? വി എസ് ബൈ വി. അത് നമുക്കൊരു വെറൈറ്റി ആയിട്ട് വേറെ കളറിൽ എഴുതാം അല്ലേ? ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, എല്ലാവരും അത് ശ്രദ്ധിക്കുക. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. മനസ്സിലായല്ലോ? വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്നുള്ളത് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നിന്നും എന്താണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി, അതായത് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എന്താണ്? വോൾട്ടേജ് കൂടുകയല്ലേ ചെയ്യണത്. അതാണ് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്മൾ എന്താ പറഞ്ഞ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഓക്കെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലല്ലേ? അപ്പൊ അവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വോൾട്ടേജ്. അതായത് വോൾട്ടേജ് കൂടുതലല്ലേ? വോൾട്ടേജ് കൂടുമ്പോ എന്താണ് കുറയാണ്ടാവുക? ഐ എന്താകും? അപ്പോ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് ടേൺസ്, ഇപ്പൊ സ്റ്റെപ്പ് അപ്പിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പ്രൈമറി കോയിൽ തന്നെ ഫസ്റ്റ് എടുക്കാം. പ്രൈമറി കോയിലിന്റെ കേസിൽ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും? കുറവാണല്ലേ? അപ്പോ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? കുറയും അല്ലേ? പക്ഷേ അവിടുത്തെ ഉണ്ടാവുന്ന കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് നമ്പർ ഓഫ് ടേൺസ് കുറയുമ്പോൾ, n കുറയുമ്പോൾ വിയും എന്തായിരിക്കും? കുറയും. പക്ഷേ കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ആൻഡ് ഓൾസോ പക്ഷേ ഇനി നമുക്ക് അറിയേണ്ടത് സെക്കൻഡറി കോയിലാണല്ലേ? സെക്കൻഡറി കോയിലാണല്ലോ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. സെക്കൻഡറി കോയിലില് എന്താ സംഭവിക്കുക? എൻ എസ് എന്താണ്? എൻ എസിന്റെ വൈൻഡിങ്സ് എന്താണ്? നല്ല കട്ടിക്കല്ലേ? ഐ മീൻ നമ്പർ ഓഫ് കൂടുതലല്ലേ? അപ്പൊ എൻ എസ് കൂടുതലായിരിക്കും. അപ്പൊ വി എസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പക്ഷെ ഐ എസ് എന്താണ്? അതായത് സെക്കൻഡറി കോയിലിലെ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായില്ലേ? അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓൾ ഇത് എന്താണ്? ഒരൊറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ വി കൂടും ആൻഡ് ഓൾസോ ഐ എന്തായിരിക്കും? കുറയും. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ വി എന്തായിരിക്കും? കുറയും, ഐ എന്തായിരിക്കും? കൂടും. മനസ്സിലായല്ലോ? ഇത്ര ഉള്ളു കാര്യം. ഇത് തന്നെയാണ് എന്ത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലും നടക്കണ്ടാവുക. പ്രൈമറി കോയിൽ എന്താണ്? എൻ പി എന്തായിരിക്കും? കൂടുതലല്ലേ? അപ്പൊ വി പി എന്തായിരിക്കും? കൂടുതലായിരിക്കും.
അപ്പൊ ഐ എന്തായിരിക്കും? കുറയും അല്ലേ? IP കുറയും. ആൻഡ് ഓൾസോ NS എന്തായിരിക്കും? കുറവാണ്. VS എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ IP എന്തായിരിക്കും? കൂടുതലായിരിക്കും. IP കൂടുതലായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സാധാരണ കാര്യം എന്ന് പറയാനുള്ളത്. ആൻഡ് ഓൾസോ മിസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് ഇപ്പൊ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നോക്കിയേ, ഇവിടെ നോക്കിയേ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. പക്ഷേ ഇവിടുത്തെ തിക്നെസ് എന്താണ്? ആ വയറിന്റെ തിക്നെസ് എന്താണെന്ന് മിസ് പറഞ്ഞ ഭയങ്കര കട്ടിയായിരിക്കും അല്ലെ? ഭയങ്കര കട്ടിയായിരിക്കും അല്ലെ? ഭയങ്കര കട്ടിയാകാൻ കാരണം എന്താണെന്ന് വെച്ചാ നമുക്കറിയാം H ഈക്വൽ ടു, മിസ് വേറെ പേന വെച്ച് യൂസ് ചേരാട്ടോ. അതായത് നമുക്കറിയാം H ഈക്വൽ ടു I² RT ആണല്ലേ? അല്ലേ? I² നമ്മുടെ ജൂൾസ് ലോ വെച്ചല്ലേ? H ഈക്വൽ ടു I² RT ആണ്. അപ്പോ നോക്കിയേ, I കൂടുന്നു, അതായത് Iന്റെ പ്രൊഡക്ഷൻ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ഹീറ്റ് പ്രൊഡക്ഷനും കൂടും അല്ലെ? ഹീറ്റും കൂടും. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കിയേ? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അവിടുത്തെ വയേഴ്സ് എന്ത് സംഭവിക്കും? മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മള് ചെറിയൊരു സാധാ വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നല്ല രീതിക്ക് മെൽറ്റ് ആകും. അപ്പൊ നമുക്ക് അത് തടയാൻ വേണ്ടി എന്ത് വെച്ചു? ആ വയറിൽ സെക്കൻഡറി കോയിലിൽ എന്താണ്? കറണ്ട് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോ ആ വയർ എന്താക്കി? കട്ടിയുള്ളതാക്കി. അതേപോലെ തന്നെ ഇവിടുത്തെ കേസില് പ്രൈമറി കോയിൽസിലാണ് കറണ്ട് പ്രൊഡക്ഷൻ കൂടുതൽ. അത് മിസ് പറഞ്ഞല്ലോ, പ്രൈമറി കോയിൽസ് കറണ്ട് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ അത് കുറയ്ക്കാൻ, കറണ്ട് പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതെന്താ? ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും നല്ല രീതിക്ക്. അപ്പൊ വയറ് മെൽറ്റ് ആവും അല്ലെ? അത് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, അല്ല അത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ വയറിന്റെ തിക്നെസ് എന്ത് ചെയ്തു? കൂട്ടി. മനസ്സിലായാലോ? ഇതാണ് എന്തുകൊണ്ടാണ് തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യം എന്ന് മിസ് പറഞ്ഞു തന്നത്. അപ്പൊ നമ്മളിപ്പോ എന്തായി? നമ്മളിപ്പോ ട്രാൻസ്ഫോമറിനെ കുറിച്ച് എന്താന്ന് പഠിച്ചു? ട്രാൻസ്ഫോമറിന്റെ ഈ വർക്കിംഗ് പ്രിൻസിപ്പൽ പഠിച്ചു. ആൻഡ് ഓൾസോ നമ്മൾ 2 തരം ക്ലാസിഫിക്കേഷൻസ് നോക്കി. ആൻഡ് ഓൾസോ മെയിൻ എന്താണ്? നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കിയല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? മിസ് ഒന്നും കൂടി എഴുതാം. നമ്മുടെ ഇക്വേഷൻ ആണ്, നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ് VS by VP equal to NS by NP equal to IP by IS. ഈ ഇക്വേഷൻ നല്ല ഇമ്പോർട്ടൻസ് ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് വഴി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് എന്താന്ന് വെച്ചാൽ ഇത് നോക്കിയേ, ദ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ്. ഓക്കെ, അപ്പൊ മിസ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിലാണ് പവർ എന്തായിരിക്കും? ഇൻപുട്ട് പവർ ഈക്വൽ ടു എന്തായിരിക്കും? ഔട്ട്പുട്ട്. അതായത് പ്രൈമറി പവറും പ്രൈമറി കോയിലെ പവറും സെക്കൻഡറി കോയിലെ പവറും സെയിം ആയിരിക്കും. ട്രാൻസ്ഫോമേഴ്സിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആയിരിക്കും അത് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യണുണ്ടാവുക. ഓക്കെ, അപ്പൊ അതേ നോക്ക്, എ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ ലോസ് ഓപ്പറേറ്റിംഗ് അറ്റ് 40 volt AC supplies 20 volt to an electric bell connected to it. Calculate the number of turns in the secondary coil if the primary coil of the transformer has 4000 turns. അപ്പൊ മിസ് ഓൾറെഡി ഓരോ സെക്ഷനിലും പറഞ്ഞു, നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? വായിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? അതിലുള്ള ടേംസ് എടുത്ത് എഴുതുക. ദെൻ ഓൺലി നമ്മൾ ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യണ്ടാവുക. അതായത് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ആ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, ഹൗ ടു ആൻസർ അല്ലെങ്കിൽ ഹൗ ടു റൈറ്റ് ദ ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് എത്തുള്ളൂ. അപ്പൊ മിസ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ ട്രാൻസ്ഫോമർ നോ പവർ ലോസ്. അപ്പൊ പവർ ലോസ് ഇല്ല അവിടെ. ഞാൻ പറഞ്ഞു അതപ്പോ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ഓപ്പറേറ്റിംഗ് അറ്റ് 240 volt AC supplied to 12 volt to an electric bell connected to it. Calculate the number of turns in secondary if the primary coil of the transformer has 4000 turn. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ വോൾട്ടേജ്, അതായത് വോൾട്ടേജ് 240 വോൾട്ടും തന്നിട്ടുണ്ട്, 12 വോൾട്ടും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഏതാ പ്രൈമറി ഏതാ സെക്കൻഡറി നമുക്ക് അറിയില്ലല്ലേ. പക്ഷേ നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താണെന്ന് ആദ്യം എഴുതാം. VS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. പക്ഷേ നമുക്ക് വേറൊരു കാര്യം തന്നിട്ടുണ്ട്, പ്രൈമറി കോയിലത്തിലെ എന്താ ടേൺസ്.
നമ്പർ ഓഫ് ടേൺസ് എന്താ തന്നേക്കണത്? സോറി, VS അല്ല. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എന്താ NS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. നമുക്ക് NP ആണ് അപ്പൊ തന്നിരിക്കുന്നത്. എന്താണ്? 4000 ആണ് ടേൺസ് എന്നുള്ള. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി പ്രൈമറി കോയിലാണ് ടേൺസ് കൂടുതൽ അല്ലേ? അപ്പൊ ആ ടേൺസ് കൂടുമ്പോ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? കൂടുതലായിരിക്കില്ലേ? മിസ് അതല്ലേ പറഞ്ഞത്? അപ്പൊ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് കൂടിയത് ആർക്കാ? 240 വോൾട്ട്. അതാണ് എന്ത്? VP. മനസ്സിലായോ? 240 വോൾട്ട്. ആൻഡ് VS ആണ് നമുക്ക് തന്നേക്കണ 20 വോൾട്ടേജ്. മനസ്സിലായല്ലോ? നമ്മുടെ കളി കഴിഞ്ഞു. നമ്മളെല്ലാം എഴുതിയല്ലേ? എല്ലാം എഴുതി കഴിഞ്ഞു. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്ത് തരം കോയിലാണെന്നും മനസ്സിലായി. സോറി, ട്രാൻസ്ഫോമർ ആണെന്നും മനസ്സിലായി. ഇനി എന്താ നമ്മുടെ ഇക്വേഷൻ എഴുതാ? VS by VP equal to NS by NP. ആൻഡ് ഓൾസോ VS എത്രയെന്ന് നമുക്ക് അറിയാം. ദാറ്റ് ഈസ് 12 divided by 240 equal to NS അറിയില്ല. നമുക്ക് NSന് ക്വസ്റ്റ്യൻ മാർക്ക് ഫോൾ എഴുതാം. NP എന്താണ്? എത്ര? 4000 അല്ലേ? അപ്പൊ നമുക്കറിയാത്ത NSന് NS, അതായത് NS ഞാൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഒരേ ടേമിലേക്ക് എഴുതി. അപ്പൊ ഞാനത് ഇത്തിരി ഈസി വേയിൽ എഴുതാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഓക്കെ, നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി 12 into 4000 divided by 240, അതായത് ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇത് ഒറ്റക്കായില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ഏതാണോ അത് ഒരു സൈഡിൽ എഴുതാം. നമുക്കറിയാവുന്ന സാധനങ്ങൾ, അതായത് വാല്യൂസ് ഒരു സൈഡിലേക്ക് എഴുതാം. അപ്പൊ എന്താണ്? ഇതെന്താണ്? സോറി, NS അല്ലേ? NS കിട്ടി. ഇനി എന്താ? അപ്പൊ നമുക്ക് NS ഈക്വൽ ടു എന്താ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ ഇല്ലേ? 12 2 ആണ്. എന്താ? 200. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? 200. സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലേ? അതല്ലേ? എന്ത് സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് പ്രൈമറി കോയിലാണോ സെക്കൻഡറി കോയിലാണോ എന്ന് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ബാക്കി തന്നേക്കുന്ന വാല്യൂസ് ശ്രദ്ധിച്ച് നോക്കാം. ആൻഡ് ഓൾസോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് അപ്പിലും സ്റ്റെപ്പ് ഡൗണിലും പ്രൈമറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസും എന്താണ്? പ്രൈമറി കോയിലാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. അപ്പൊ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക. എനിക്കറിയാം എൻ്റെ പിള്ളേർക്ക് എല്ലാം സൂപ്പർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ഒരു പ്രോബ്ലം മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. A transformer with no power loss operating at an input voltage 230 voltage has 120 turns in the secondary and 1200 turns in primary. What is the output voltage of this transformer? Output voltage എന്ന് പറയുന്നത് തന്നെ എന്താണ്? സെക്കൻഡറി വോൾട്ടേജ് ആണ്. സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് എന്താ സെക്കൻഡറി കോയിലും പ്രൈമറി കോയിലും ടേൺസ് തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സെക്കൻഡറി കോയിലെ നമ്പർ ഓഫ് ടേൺസ് എന്താ? NS equal to 120, NP equal to 1200 and also എന്താ VP തന്നിട്ടുണ്ട് 230, VS എന്താണ് കണ്ടുപിടിക്കണം. നേരത്തെ പോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ എന്താ? VS by VP equal to NS by NP. നമുക്ക് കണ്ടുപിടിക്കേണ്ട മാത്രം ഒരു സൈഡിലിടാം, ബാക്കിയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താ? NS എത്രയെന്ന് നമുക്കറിയാം, 120 into എന്താ VP എത്രയാണ്? 230 ഡിവൈഡഡ് ബൈ എത്രയാണ്? NP എന്താണ്? 1200. 12 കട്ടായി പോയി. ആൻസർ എത്ര? 23 വോൾട്ട്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റ് എഴുതിയിട്ടുണ്ടോ? നമ്പർ ഓഫ് ടേൺസിൽ യൂണിറ്റ് ഇല്ല, ആൻഡ് ഓൾസോ പക്ഷെ വോൾട്ടേജിൽ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. അപ്പൊ ആൻസറിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ടേജും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ. A transformer has 6000 turns in its primary and 1800 turns in the secondary.
450 voltage is obtained across its secondary. Then അപ്പൊ ഇത്ര ഞാൻ ആദ്യം പറയാം. നമുക്കറിയാം ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിൽ എത്ര ടേൺസ് ഉണ്ട്? 600 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡറി കോയിൽ 1800 ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് 450 ആണെന്ന് പറഞ്ഞു. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ദിസ്? അതാ നമ്മൾ ഇത്രയും നേരം ചോദ്യം ചെയ്ത പോലത്തെ ഒരു ചോദ്യം അല്ലല്ലേ. എന്താണ് ചോദ്യം? എന്ത് തരം ട്രാൻസ്ഫോമർ ആണ്? അപ്പൊ അതിന്റെ അർത്ഥം 2 തരം ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ. 2 തരത്തിലുള്ള ട്രാൻസ്ഫോമർ അല്ലേ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായ. അപ്പൊ അതിൽ ഒരെണ്ണാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതിലേക്ക് എത്താം. ആൻഡ് ഓൾസോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് സപ്ലൈഡ് അക്രോസ് ദ പ്രൈമറി? പ്രൈമറിയിൽ എത്തുന്ന വോൾട്ടേജ് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദ്യം എന്താന്ന് മനസ്സിലായി. ഇനി മിസ് എന്താ പറഞ്ഞത്? എന്തൊക്കെ ടേംസ് തന്നിട്ടുണ്ട് അതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത് അല്ലേ. ഓക്കെ, അതെന്തൊക്കെയാണ്? 600 ടേൺസ് ഇൻ ദ പ്രൈമറി, അതായത് NP എത്രയാണ്? 600 അല്ലേ. ആൻഡ് ഓൾസോ NS എത്രയാണ്? 1800 അല്ലേ. ഇനി അപ്പൊ എന്റെ വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന്. എന്നാലും നമുക്ക് വോൾട്ടേജും കൂടെ എഴുതിയിട്ട് നമുക്ക് അതിലേക്ക് അടക്കാം. VS എന്ന് പറയുന്നത് 450 വോൾട്ടേജ് ആണെന്നും നമ്മൾ അറിഞ്ഞു. അപ്പൊ നോക്കിയേ, NP 600ഉം NS 1800ഉം ഇത് രണ്ടും ഉള്ള, അതായത് NP കുറവും NS കൂടുതലുള്ള സാധനം ഏതാ? നിങ്ങൾക്ക് അറിയില്ലേ ഏതാന്ന്? ഏത് ട്രാൻസ്ഫോമറാ? നമ്പർ ഓഫ് ടേൺസ് കുറവ് പ്രൈമറി ആൻഡ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ള സെക്കൻഡറിയിൽ കൂടുതലുള്ള ട്രാൻസ്ഫോമർ ഏതാ? ഓഫ് കോഴ്സ് ഏതാണ്? നമ്മുടെ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. എന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലേ. അതിലല്ലേ മിസ് പറഞ്ഞിട്ടുണ്ടായ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുള്ളത് സെക്കൻഡറിയിലാണെന്ന് അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ കിട്ടിയല്ലേ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് മിസ് പറഞ്ഞല്ലേ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ വോൾട്ടേജ് സപ്ലൈഡ് അക്രോസ് ദ പ്രൈമറി? അതായത് പ്രൈമറി വോൾട്ടേജിൽ എന്താണ്, പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് VP ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഡയറക്റ്റ് ഇക്വേഷൻ? നമുക്കറിയാം VS by VP equal to NS by NP. അപ്പോ VS എത്ര? 450 ഡിവൈഡഡ് ബൈ VP നമുക്ക് അറിയില്ല, അപ്പൊ നമുക്ക് അതിന് അങ്ങനെ തന്നെ ഇടാം. NS എത്രയാണ്? NS എന്ന് പറയുന്നത് 1800 ഡിവൈഡഡ് ബൈ 600. അപ്പൊ ഇത് രണ്ടും കട്ടായി പോയിട്ട് 3 in the table 2, then 6. അപ്പൊ ഇത് 3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 450 ഡിവൈഡഡ് ബൈ VP ഈക്വൽ ടു 3. നമുക്ക് എന്താ? VP ആലെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ? ഇത് ഇങ്ങോട്ടേക്ക് വരാം, നമുക്കറിയാത്ത ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കാം. അപ്പോ VP ഈക്വൽ ടു 450 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. 450 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 150 വോൾട്ടേജ്. മനസ്സിലായല്ലോ? നമുക്ക് കിട്ടിയ വോൾട്ടേജ് ആണ് 150. സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലേ. അപ്പൊ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. നമുക്കറിയാലോ ട്രാൻസ്ഫോമർ ഏതാന്നൊക്കെയാണ് നമുക്ക് ചോദിക്കാനുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എഴുതി വെക്കാതെ ചിന്തിക്കാം ഏതാണ് നമ്മൾ പഠിച്ച 2 ട്രാൻസ്ഫോമർ അല്ലെ, അതിൽ ഏതൊക്കെ, അതിന്റെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്, വോൾട്ടേജ് എത്രയാണ്, കറണ്ട് ഏത് സൈഡിലാണ് കൂടുതൽ, അങ്ങനെയൊക്കെ ആലോചിക്കാം. ദെൻ ആൻസർ ചെയ്യാ. ഇതൊക്കെ സിമ്പിൾ അല്ലേ. നമ്മളിപ്പോ ഇത്രയും പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആകും അല്ലേ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ,
In a transformer with no power loss, അതായത് ideal transformer, the primary has 3000 turns and the secondary has 1500 turns. The primary voltage is 120 volt and the current is 0.1 ampere. Calculate the secondary voltage and current. അതാ നമ്മൾ ഇത്രയും ചെയ്തപ്പോഴേക്കും നമ്മൾ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇപ്പൊ ഒരു ടേമും കൂടി വന്നല്ലേ നമ്മുടെ കറണ്ടും. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കാം അല്ലെ കറണ്ടും വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ ഒക്കെ. ഓക്കെ, സെറ്റ് ചെയ്യാം. എന്താ പാട്? ഓക്കെ, നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്ക് അറിയാവുന്ന ടേംസ് എഴുതി വെക്കാം. പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് എന്ത്? 3000. സെക്കൻഡറി കോയിലിലെ ടേൺസ് ആണ് എന്ത്? 150. പിന്നെന്താ? പ്രൈമറി കോയിലിലെ വോൾട്ടേജ് ആണ് 120 വോൾട്ടേജ്. പിന്നെ നമുക്ക് എന്താ? ആൻഡ് കറണ്ട്, അതായത് അവിടുത്തെ പ്രൈമറി കോയിലിലെ കറണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. IP തന്നിട്ടുണ്ട് 0.1 ആംപിയർ. ഇനി നമ്മളോട് കണ്ടുപിടിക്കേണ്ട എന്താ പറഞ്ഞേക്കണം? സെക്കൻഡറി കോയിലിലെ വോൾട്ടേജും കണ്ടുപിടിക്കണം ആൻഡ് ഓൾസോ സെക്കൻഡറി കോയിലിലെ കറണ്ടും കണ്ടുപിടിക്കണം. സിമ്പിൾ അല്ലേ? നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് കണ്ടുപിടിക്കാം അല്ലെ? അതിനെന്താ നമ്മുടെ ഇക്വേഷൻ? എന്താ? VS/VP ഈക്വൽ ടു IS അല്ല, എന്താ? NS/NP അല്ലേ? അപ്പൊ എന്താ? VS നമുക്ക് അറിഞ്ഞൂടാ, അതിനെ നമുക്ക് VS എന്ന് പറഞ്ഞ് എഴുതാം. VP എന്ന് പറയുന്നത് എത്രയെന്ന് നമ്മൾ പറഞ്ഞു? 120 വോൾട്ടേജ്. ആൻഡ് NS എത്രയാണ്? 1150. ആൻഡ് NP എത്രയാണ്? 3000. സിമ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 50 ഡിവൈഡഡ് ബൈ, അപ്പൊ VS ഈക്വൽ ടു 15 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 300. ഈ 0 പോയി. ആൻഡ് ഓൾസോ ഇത് 15 എന്താ? 2 ആണ്. 206 ആക്കും അല്ലേ? അപ്പൊ VS ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 6 വോൾട്ടേജ്. കിട്ടിയല്ലോ ഇല്ലേ? കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? എന്ത് സിമ്പിൾ ആയിട്ടാ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ എന്താ കറണ്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. കറണ്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? കറണ്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള എന്താ ഇക്വേഷൻ? മിസ് പറഞ്ഞല്ലേ? VS/VP ഈക്വൽ ടു IP/IS. നമ്മൾ ഇത്രയും നേരം ചെയ്തത് VS/VP ഈക്വൽ ടു NS/NP ആണ്. പക്ഷെ കറണ്ടിന്റെ കേസിൽ വരുമ്പോ അത് തിരിയും. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, അപ്പൊ VS/VP, VS നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. VP എത്രയാണ്? VP നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 120. VP നമ്മൾ എത്ര? 120 എഴുതി. IP നമുക്കറിയോ? IP ആണ് 0.1. ആൻഡ് IS നമുക്ക് അറിയില്ലല്ലേ? അപ്പൊ നമുക്ക് അതങ്ങനെ ഇടാം ആണല്ലോ. എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്യാം? IS നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. എന്താ ഇതിൽ നിന്നും അപ്പോ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോ നമുക്ക് എന്ത് ചെയ്താം? 61. ഇത് എത്രയാണ്? 20 അല്ലേ? ഇനി എന്ത് ചെയ്യാം? 1/20 ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ IS. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മുടെ IS ഇങ്ങോട്ടേക്ക് വരാം, 20 അപ്പുറത്തേക്ക് പോകാം. അപ്പോ IS ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 20 ഇൻറ്റു 0.1 അല്ലേ? 20 ഇൻറ്റു 0.1. നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 2 ആംപിയർ അല്ലേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട്. അതായത് എന്താ? സെക്കൻഡറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട്. അതാ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഇക്വേഷൻസും നമ്മൾ വൃത്തിയായിട്ട് പഠിക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലം അപ്രോച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? വാല്യൂസ് കിട്ടും അല്ലെ? അപ്പോ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായില്ലേ മിസ് പറഞ്ഞു തന്നത്? എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എന്താണ് ട്രാൻസ്ഫോമർ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് 2 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ നോക്കിയല്ലേ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ,
സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഈ രണ്ട് ട്രാൻസ്ഫോമിന്റെ ക്ലാസിഫിക്കേഷൻസും നമ്മൾ നോക്കിയില്ലേ? ഐ മീൻ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രത്യേകതകൾ എല്ലാം നമ്മൾ നോക്കിയല്ലേ? ആൻഡ് ഓൾസോ അത് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും നോക്കിയല്ലേ? അപ്പോ ഇത്രയും ചെയ്തപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടതെന്ന്? അതെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഈ ചാപ്റ്ററിന്റെ ബാക്കി സെക്ഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാട്ടോ. ഓക്കെ, then bye.